ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ജീവനുണ്ടല്ലോ എന്നതുപോലെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരവുമായി ബന്ധം സ്ഥാപിച്ചു. സ്വാധീനമൊന്നുമില്ല. വിളിച്ചെഴുന്നേറ്റ് ഇരിക്കാനൊന്നും നമ്മളെ കാണുന്ന നിലക്ക് അവർക്ക് സാധ്യമല്ല. എന്നാൽ ആ ലോകത്തിന്റെ അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രണ്ടാം ലോകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബർസഖ് എന്ന് പറയുന്ന ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ഇടവേള. അവിടുത്തെ നിലക്ക് അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മാതാവിന്റെ ഗർഭാശയം എത്രമാത്രം ചെറുതാണോ അതിൽ ഈ കുട്ടി ഗർഭകാലം പൂർത്തിയാകുന്നത് വരെ സുഖമായി ജീവിക്കുന്നു. ആ കുട്ടിയെ സംബന്ധിച്ച സാമ്രാജ്യം അത് തന്നെയാണ്. അത് നഷ്ടപ്പെട്ട് ഈ ലോകത്തേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്ത വെപ്രാളവും അസ്വസ്ഥതയും വേജാറും ഈ കുഞ്ഞിന് അനുഭവപ്പെടുന്നു. തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടു, തനിക്കെല്ലാം പോയി എന്നുള്ള വെപ്രാളത്തിലും വേജാറത്തിലുമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ ഇവിടത്തെ വെളിച്ചവും ഇവിടത്തെ വായുവും ഇവിടുത്തെ അന്തരീക്ഷവും അനുഭവിക്കുമ്പോൾ നേരത്തേതിലേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, വളരെ കുടുങ്ങിയതും വളരെ ചെറുതുമായ ഒരു ലോകത്തായിരുന്നു താൻ ജീവിച്ചിരുന്നത് എന്നും ഇപ്പോൾ വിശാലമായ വിസ്തൃതമായ സുഖമായ വെളിച്ചവും കാറ്റും എല്ലാമുള്ള ഒരു ലോകത്തെത്തി സന്തുഷ്ടനായി തിരിച്ചു പോകാൻ കൊതിക്കാത്തതുപോലെ അടുത്ത സ്റ്റെപ്പിലേക്ക് കാലുവെക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ സ്വാഭാവികമായും വേർപാടിന്റെ അസ്വസ്ഥതയും വിഷമങ്ങളും പൊറുതികേടുമൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകവും ഉമ്മയുടെ ഗർഭാശയവും തമ്മിൽ എങ്ങനെയായിരുന്നോ അനുപാതം, അതേ അനുപാതമാണ് ബർസഖിയായ ലോകവും ദുനിയാവും തമ്മിൽ. കുട്ടിക്ക് വേണ്ട എല്ലാ വിശാലതയും അവിടെ ഉണ്ടല്ലോ. ആകെ എത്ര ഉണ്ടാകും? ഒരു പേരക്കന്നയിലും ചെറിയ സാധനമാണ് ഈ ഗർഭാശയം. കുട്ടി വളരുമ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള അത്ര അത് വികസിച്ച് വരികയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്. കുട്ടിക്ക് ആവശ്യമായ അനക്കത്തിനും ചലനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ അത് വിശാലമായി സൗകര്യപ്പെടുന്നു. എന്നതുപോലെ ഖബറിടം നമ്മുടെ കാഴ്ചയിൽ ഏതാനും ഒരു ചാൺ വീതി മാത്രമുള്ള ഒരു ചെറിയ കൊച്ചു കുഴിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ അതിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ചവനാണെങ്കിൽ വിശാലമായ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ അനുഭവപ്പെടുന്നു. മറിച്ചാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വളരെ പ്രയാസകരമായ ഒരവസ്ഥ. എന്നാൽ ഇനി പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് സൂചന 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഭാഗം ലാസ്റ്റ് പറയും. ഖബറിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബറിലെ നില ഭദ്രമാകാനും എന്തൊക്കെയാണ് ചെയ്യാവുന്നത് എന്ന് കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കുറെ കാര്യങ്ങളോട് പറയാം. എന്നാലും ഖബറിന്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ബാഹ്യമായി കാണുന്ന പുറത്തുനിന്ന് കാണുന്ന രീതി മാത്രമല്ല, ഉള്ളു തുറന്നു നോക്കിയാലും നമുക്കൊന്നും കാണൂല. ഉള്ളു തുറന്നു നോക്കിയാലും നമുക്കൊന്നും കാണാനില്ല. വളരെ അപൂർവം ചില ശരീരങ്ങൾ അങ്ങനെ നിശ്ചലമായി കേടുവരാതെ അങ്ങനെ കിടക്കുന്ന കാണാം. പക്ഷേ ജീവന്റെ ഒരു ലക്ഷണവും അതിമേലില്ല. മറ്റ് അധികം മയ്യത്തുകളും ദിവസങ്ങൾ കൊണ്ട് ആദ്യം മാംസം ദ്രവിച്ച് എല്ലുകൾ മാത്രമായി ക്രമേണ എല്ലുകളും ദ്രവിച്ച് ഒന്നുമില്ലാതെ കേവലം ഒരു പിടി മണ്ണായി ഒന്നുമില്ലാതെ ആവുന്നു. ഇതിനിടയിൽ നാം പൂർണ്ണമായും പരിശോധന വിധേയമാക്കി ഒരു സെക്കൻഡ് ഇല്ലാതെ നിരീക്ഷണ വിധേയമാക്കിയാലും ഈ മയ്യത്തിന് എന്തെങ്കിലും സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നതായി മനസ്സിലാക്കാൻ ഈ ലോകത്ത് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതല്ല, മറിച്ച് മറ്റൊരു ലോകമായതുകൊണ്ട് ഈ ലോകത്ത് നിന്നുള്ള ദൃഷ്ടി അവിടത്തേക്ക് എത്താത്തത് കൊണ്ട് അവിടുത്തെ അനുഭവം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാവുന്ന കിതാബും എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കുകയല്ലാതെ ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിലൂടെ ഒരു വിധിയിലെത്തിപ്പെടാൻ ലോകത്തിന്റെ വ്യത്യാസം കൊണ്ട് സാധ്യമല്ല. മറ്റൊരു ലോകമാണെന്നതുകൊണ്ടാണ്. എന്നാൽ അള്ളാഹു പ്രത്യേക കഴിവ് കൊടുത്ത
അവന്റെ അനുഗ്രഹം കൊണ്ട് മുഅ്ജിസത്തോ കറാമത്തോ കൊടുത്ത മഹാത്മാർക്ക് അവിടെയുള്ള അവസ്ഥ നഗ്നദൃഷ്ടി കൊണ്ട് തന്നെ കാണാനാവും. പക്ഷെ അത് സാധാരണ കാഴ്ചയല്ല. അല്ലാഹു തആല അംബിയാ മുർസലുകൾക്ക് മുഅ്ജിസത്തിന്റെ കാഴ്ച കൊടുത്തിട്ടും മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്തിന്റെ കാഴ്ച കൊടുത്തുകൊണ്ടും ഈ അസാധാരണമായ കാഴ്ച കൊണ്ട് അനുഭവങ്ങൾ കാണാനാകും. അങ്ങനെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, പ്രത്യേകിച്ച് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നടക്കുന്ന സുഖകരമായതും ദുഃഖകരമായ രണ്ടനുഭവവും കണ്ണിൽ കണ്ട് പലതും പറഞ്ഞതായി ഹദീസുകളിൽ കാണാനാവും. അതുപോലെ തന്നെ സഹാബത്ത് തൊട്ട് ഇങ്ങോട്ട് മഹാന്മാരായ ഔലിയാക്കൾ ഒരുപാട് അനുഭവങ്ങൾ വിവരിച്ചതായി കാണാം. അതൊന്നും നിഷേധിക്കേണ്ടതില്ല. അത് സാധാരണ ഭൗതികമായ ബാഹ്യ കണ്ണല്ല അക്കാഴ്ച കാണുന്നത്, മറിച്ച് കറാമത്തിന്റെ അത്ഭുത കണ്ണാണ്. നമുക്ക് കണ്ടേ വിശ്വസിക്കാവൂ എന്നൊന്നും വാശി പിടിക്കേണ്ടതില്ല. മഹാന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കളും മഹത്തുക്കളായ ഔലിയാക്കളും പറഞ്ഞാൽ അത് വിശ്വസിക്കലാണ് ഇവിടെ വഴി. കാരണം ഇത് യുക്തി കൊണ്ട് മാത്രം സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമുള്ളതും അതേ സമയത്ത് അനിഷേധ്യമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. അത് ഖുർആൻ, നേരത്തെ ഞാൻ പറഞ്ഞു, ഖുർആൻ സൂചന കൊണ്ടും ഹദീസ് വ്യക്തമായും ഇക്കാര്യം നമ്മോട് പഠിപ്പിച്ചതാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ റൂഹ് തിരിച്ചു കിട്ടിയാൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം അവിടെ എത്തുന്നത് നമ്മുടെ സൽക്രമങ്ങളാണ്. നമ്മുടെ കാഴ്ചയിൽ നിശ്ചലമാണെങ്കിലും വളരെ സന്തോഷപ്രദമായ സംഭാഷണം നടത്തിക്കൊണ്ടും നേരം പോക്ക് പറഞ്ഞുകൊണ്ടും അപ്പപ്പോൾ ആവശ്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടും ഇവൻ ചെയ്ത സ്വാലിഹായ അമലുകൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു സ്വാലിഹായ മുത്തഖിയായ മനുഷ്യനെ സംബന്ധിച്ച് ഖബർ ജീവിതം ഒരിക്കലും വിരസമല്ല. മറിച്ച് അവന്റെ സ്വാലിഹായ അമലുകൾ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ഒരു വ്യക്തിയായി, അങ്ങനെ ഒന്നിലധികം അമലുകൾ ഒന്നിലധികം വ്യക്തികളായി തന്നെ സമീപിച്ച് തന്നോട് സന്തോഷവാക്കുകൾ പറഞ്ഞ് കൂടെ നിൽക്കുക മാത്രമല്ല, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന് ഈ കാര്യത്തിൽ പ്രത്യേക സ്വാധീനമുണ്ട്. ഖുർആൻ ഇവന് വേണ്ടി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ഷഫാഅത്ത് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സൂറത്ത് തബാറക്കയുടെ ഒരു ചെറിയ സംഭവം പറഞ്ഞു. അക്കൂട്ടത്തിൽ സൂറത്ത് തബാറക്കയും സൂറത്ത് സജദയും സൂറത്ത് യാസീനും സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും ഇവയാണ് ഏറെ സ്വാധീനം ചെലുത്തുന്നത്. എല്ലാം അള്ളാഹുവിന്റെ കലാമിനൊക്കെയും അവിടെ സ്വാധീനമുണ്ടെങ്കിലും ഇപ്പറയുന്ന 4-5 സൂറത്തുകൾക്ക് പ്രത്യേക സ്വാധീനം ഖബറിലും മഹ്ശറായിലും സിറാത്തിലും ഉണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ കലാമാവുന്ന ഈ ഖുർആൻ ഇവൻ ഹിഫ്ള് ചെയ്യുകയും അവൻ അതനുസരിച്ച് അമൽ ചെയ്യുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആ ഖുർആൻ സുന്ദരനായ ഒരു മനുഷ്യരൂപം കൊണ്ട് ഇവന്റെ അരികെ വന്ന് സന്തോഷങ്ങൾ പറഞ്ഞു നിൽക്കുക മാത്രമല്ല, അപ്പോൾ വീടുകളിൽ പോയി തന്റെ കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കും എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് സുദൂറിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. വീട്ടിൽ നടക്കുന്ന, തന്റെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ പോയി കണ്ട് മനസ്സിലാക്കി അത് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഈ വിശുദ്ധ ഖുർആൻ വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ ഇങ്ങനെയാണ്, എന്റെ മോൾ ഇങ്ങനെയാണ്, ഓൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ജ്യേഷ്ഠന്മാരിങ്ങനെ ചെയ്തു, അഞ്ചന്മാരിങ്ങനെ ചെയ്തു, എന്റെ വീട്ടിൽ ഇന്നത് സംഭവിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ലതും ചീത്തയും മുഴുക്കിയും ഈ മനുഷ്യരൂപം കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്റെ മക്കൾ
ചെറുപ്പത്തിലാണ് ഇയാൾ മരണപ്പെട്ടു പോയത്. ഈ കുട്ടികൾ ഖുർആൻ പഠിക്കാൻ ചേർന്നു. ഖുർആനിലെ ഓരോ സൂറത്തും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ സന്തോഷ വാർത്ത വന്നിട്ട് ഈ തന്റെ കൂടെയുള്ള ഖുർആൻ അവിടുത്തെ വിവരം പ്രത്യേകമായി അറിയിക്കും. നിന്റെ ഇന്ന മോന് ഇന്ന സൂറത്ത് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കും. എന്നിട്ട് അതിന്റെ പേരിൽ പ്രത്യേകമായ സമ്മാനങ്ങൾ ഈ ഖബറിൽ കിടക്കുന്ന ഈ രക്ഷിതാവിന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മളെപ്പോഴും പരമാവധി സജീവമാക്കുക. അത് നമ്മെ വല്ലാതെ സഹായിക്കും. നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ മറ്റാരെക്കാളും മുമ്പന്തിയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാവുന്ന ഖുർആനു ഷരീഫാണ് ഉണ്ടാകുക. സൂറത്ത് സജദയും സൂറത്ത് തബാറക്കയും റഹ്മാനായ റബ്ബിന്റെ തിരുഹദ്റത്തിൽ ചെന്നിട്ട് അത് ഹിഫ്ളാക്കി ഓതണം, എന്നാലേ ഉള്ളൂ. അങ്ങനത്തെ ആൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, പടച്ചവനെ, ഞങ്ങൾ നിന്റെ വിശുദ്ധ കിതാബാവുന്ന ഖുർആനിൽ നിന്റെ കലാമാണെങ്കിൽ ഞങ്ങളെ മനപ്പാടമാക്കി ഹിഫ്ളാക്കി നിത്യമായി ഓതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അയാളെ ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം തരണം. അത് തരുന്നില്ലെങ്കിൽ നിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നിട്ട് ഞങ്ങളെ മാറ്റിവെക്കണം. വാദിക്കുക. തഹാജ്ജാനി തബാറക്കയും സൂറത്ത് സജദയും തഹാജ്ജാനി അൻ സാഹിബിഹി, അത് ഹിഫ്ളാക്കി പതിവായി ഓതുന്ന വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ വാദിക്കുകയാണ്. എന്താ വാദം? നിന്റെ കലാമാണ് ഞങ്ങളെങ്കിൽ ഈ കലാം പഠിച്ച് അത് അമൽ ചെയ്ത് ഓതി പതിവാക്കിയ ആ വ്യക്തിക്ക് ഷഫാത്ത് ചെയ്യാനുള്ള അവകാശം തരണം. അയാളെ ഷഫാത്ത് ചെയ്ത് രക്ഷിക്കാനുള്ള അധികാരം നീ തരണം. ഇല്ലെങ്കിൽ നിന്റെ ഖുർആനിൽ നിന്നിട്ട് ഞങ്ങളെ മാറ്റിവെക്കണം. അള്ളാന്റെ കലാം എന്തായാലും അള്ളാന്റെ കലാം മാറ്റിവെക്കൂല എന്നുള്ള ഉറപ്പല്ലേ? അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി ഷഫാഅത്ത് അധികാരം വാങ്ങി വരും സൂറത്ത് സജദയും സൂറത്ത് തബാറക്കയും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്ത് തബാറക്കക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. പതിവായി സൂറത്ത് തബാറക്ക ഓതിയിരുന്ന ആൾ ഖബറിൽ വെച്ചത് ഓതിക്കൊണ്ടിരിക്കും. അപ്പോഴും മുറിയാത്ത അമലായി അവനെ സ്വന്തം അമലായി ലഭിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മഹത്വങ്ങൾ കുറെ പറഞ്ഞിട്ട് പറയാ, ലവദിത്തു അന്ന സൂറത്തൻ മിനൽ ഖുർആൻ 30 ആയ ഫീ ഖൽബി കുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഈ 30 ആയത്തുകൾ വരുന്ന സൂറത്ത് ഹിഫ്ളായി ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. കാരണം ഖബറിലെ ശിക്ഷയിൽ നിന്ന് സൂറത്ത് തബാറക്കക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് പോലെ മറ്റൊരു പുണ്യകർമ്മത്തിനും സാധ്യമല്ല. അത്ര സ്വാധീനം അവിടെ ചെലുത്താൻ അതിന് സാധിക്കും. എന്ന് മാത്രവുമല്ല, തലഭാഗത്തിലൂടെ അദാബിന്റെ മലായിക്കത്ത് വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയായി തബാറക്ക് വരുന്നു. ഈ മയ്യത്ത് അവൻ ഹിഫ്ളാക്കി എന്നെ ശിരസ് വഹിലേറ്റി നടന്നവനാണ് തബാറക്ക്. അതുകൊണ്ട് ഈ ഭാഗത്തിലൂടെ കയറി വരാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം ഇപ്പുറം വരാൻ പറ്റില്ല. അങ്ങനെ ആ അദാബിന്റെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്ത് മറുവശത്തിലൂടെ വന്ന് കാൽഭാഗത്തിലൂടെ വരുമ്പോൾ അവിടെയും ഇതേ തബാറക്ക തന്നെ സംരക്ഷണം വലയം സൃഷ്ടിച്ച് സെക്യൂരിറ്റിയായി നിന്ന് പറയും, ഇവിടെ കയറാൻ പറ്റില്ല. കാരണം എന്നെ തബാറക്കയാവുന്ന എന്നെ അർദ്ധരാത്രി സമയത്ത് ഓതി നിന്ന് നിസ്കരിച്ചവനാണിവൻ. ഇക്കാലിൽ നിന്ന് നിസ്കരിച്ച് ഈ തബാറക്കയാവുന്ന എന്നെ ഓതി രാത്രി സമയത്ത് നിസ്കരിച്ച ഈ മനുഷ്യന്റെ ഈ ഭാഗത്തിലൂടെ കടക്കാൻ അള്ളാഹുവിന്റെ കലാമാണ് ഞാനെങ്കിൽ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ രണ്ട് ഭാഗത്തിലൂടെയും പ്രവേശിക്കാൻ അനുവദിക്കാതെ തലഭാഗത്തു നിന്നും കാൽഭാഗത്തു നിന്നും സംരക്ഷണം സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ അദാബിനെ തടയും. അതുകൊണ്ട് സൂറത്തുൽ മാനിഅ എന്നൊരു പേര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബാറക്കക്ക് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാനിഅ, അള്ളാഹുവിന്റെ ശിക്ഷയെ തടയുന്ന സൂറത്ത്, അങ്ങനൊരു പേരും കൂടി ആ സൂറത്തിനുണ്ട്.